മലപ്പുറം വണ്ടൂരിൽ 17-കാരന് ക്രൂരമർദ്ദനം. പാണ്ടിക്കാട് GHSSലെ +2 വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. സുഹൃത്തുക്കൾക്കൊപ്പം ചായ കുടിക്കാൻ പോയപ്പോഴാണ് മർദ്ദനമേറ്റത്. തലയിലും പുറത്തും കൈക്കും ഗുരുതര പരിക്കുപറ്റി. വണ്ടൂർ അയനിക്കോട് വെച്ചാണ് സംഭവം. പിതാവിന്റെ പരാതിയിൽ വണ്ടൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഞങ്ങള് ചെങ്ങൈമാരെല്ലാരും പാടെ കൂടി കഴിഞ്ഞ ഞായറാഴ്ച ചായ കുടിച്ചാൻ പോയതാണ്. അതില് ഒരു സംഘം വന്നാണ്ട് അവര് 6 ആളൊക്കെ ഉണ്ടാവും. ഒരു വന്നാണ്ട് അടി തുടങ്ങി. അടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മനസ്സിലായത് സ്കൂളിൽ 10ാം ക്ലാസ്സിൽ നടന്ന പ്രശ്നമാണ്. അതില് ജാക്കി ലിവർ കൊണ്ടും പിന്നെ കല്ല് ചാവി കുറേ സാധനം കൊണ്ടൊക്കെ കുത്തി കണ്ട് അടിച്ചു. മൂത്തൊക്കെ തലയിൽ കൂടെ ഒക്കെ ആകെ അടിച്ചിരുന്നു. ഒരു കല്ലുകൊണ്ട് പുറകെ ആകെ മുറിയായി. തല്ല് കഴിഞ്ഞ അവിടെ ആരും പിടിച്ചേക്കാൻ നിന്നിട്ടൊന്നുമില്ല. തല്ല് കഴിഞ്ഞിട്ട് മനസ്സിലായത് 10ാം ക്ലാസ്സിൽ എന്തോ പ്രശ്നം ഉണ്ടായി. അതിന്റെ ഇതിലാണ് ഓല് വന്നത്. അത് ഞങ്ങൾ പെട്ടെന്ന് എല്ലാവരും പാടെ വന്നപ്പോൾ കാറിൽ കയറിയാണ്ട് ഹോസ്പിറ്റലിൽ പോയി പെട്ടെന്ന്. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, സ്കൂളുകളിലും പരിസരങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾ ആയുധങ്ങളുമായി എത്തുന്നു. ഇവിടെ ജാക്കി ലിവർ കൊണ്ട് അടിച്ചു എന്നാണ് വിദ്യാർത്ഥി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണ് സംഭവത്തിന് പിന്നിൽ? ആരാണ് ഈ ആക്രമണം നടത്തിയത്? പോലീസ് എന്ത് നടപടിയാണ് ഇതുവരെ സ്വീകരിച്ചിരിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് സ്കൂളിന്റെ പരിസരത്തല്ല ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരു ചായ കുടിക്കാൻ പോയപ്പോൾ ചായക്കടയുടെ മുമ്പിൽ വെച്ചാണ് അത്. പക്ഷേ ഇതിലേക്ക് വഴി വെച്ചത് ഇവർ സ്കൂളിൽ പഠിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണ് എന്നാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അൻഷിദിന് ഈ ഒരു മർദ്ദനമേറ്റത്. വൈകുന്നേരം 7:15 അൻഷിദും കൂട്ടുകാരും ചായ കുടിക്കാൻ അയനിക്കോട്ടുള്ള ഒരു ചായക്കടയിൽ പോയപ്പോൾ അവിടെ നിന്ന് അൻഷിദിനെ മുൻപ് മർദ്ദിച്ച, അല്ലെങ്കിൽ അൻഷിദുമായി മുൻപ് പ്രശ്നമുണ്ടായ സംഘത്തിലെ ഒരാളുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ മറ്റുള്ളവരുണ്ടായിരുന്നു. അവരങ്ങനെ അൻഷിദിനെ മർദ്ദിക്കുകയായിരുന്നു. കാറിൽ കയറി വാതിലടച്ചിട്ട് പോലും പുറകിലെ ഡിക്കി കുത്തി തുറന്ന് അതുവഴിയും മർദ്ദനം തുടർന്നു. അതുപോലെ തന്നെ വലിയ പരിക്കുകൾ ശരീരത്തിൽ ഏറ്റിട്ടുണ്ട്. വലത് കൈ ഒടിഞ്ഞിട്ടുണ്ട്. പുറത്ത് മുറിവിൻ്റെ പാടുകളുണ്ട്. കൊടിയ മർദ്ദനമാണ് ഈ ഒരു 17-കാരന് കഴിഞ്ഞ ദിവസം നേരിടേണ്ടി വന്നത്. ഇതിലേക്ക് നയിച്ചത് മുൻപ്, ഒരു വർഷം മുൻപ് അൻഷിദ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണ്. അന്ന് പ്രശ്നം ഉണ്ടായപ്പോൾ അത് പരിഹരിച്ചിരുന്നു. പക്ഷേ ആ വിഷയത്തിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി, അയാൾ ഇപ്പോൾ ഈ വിഷയത്തിൽ അവസരം കിട്ടിയപ്പോൾ അൻഷിദിനെ കൂട്ടുകാരുമായി ചേർന്ന് മർദ്ദിച്ചു എന്ന തരത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. എന്നാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പമുള്ളവരെ, ഒരാളെ മാത്രമാണ് അൻഷിദിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളവരെ പോലീസ് അന്വേഷിക്കുകയാണ്. നമ്മൾ മുൻപൊക്കെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്കൂളിലെ തല്ലുമാല അല്ലെങ്കിൽ സ്കൂളിലെ അടിപിടി, അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. കാരണം കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മുതൽ നമ്മൾ ഈ സ്കൂളുകളിലെ ഫെയർവെൽ പാർട്ടിക്കിടയിൽ ഉണ്ടാകുന്ന അക്രമങ്ങളും മറ്റു വിഷയങ്ങളും ഒക്കെ ഒരുപാട് കാണുകയും അത് ചർച്ചയാക്കുകയും ചെയ്തതാണ്. അതുപോലെ തന്നെ സമാനമായ ഒരു സംഭവത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ഈ 17-കാരന് മർദ്ദനമേൽക്കാനുണ്ടായ സംഭവം എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. എന്നാലും പോലീസിന്റെ ഭാഗത്തുനിന്നും അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത്. തീർച്ചയായും അനുമോദ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു വർഷമായി പതിവായി നമ്മൾ കേൾക്കാറുള്ളതാണ്. അന്നൊക്കെ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നുവെങ്കിൽ, അത് പലപ്പോഴും നമ്മൾ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുമായിരുന്നെങ്കിൽ, ഇന്ന് എല്ലാ ദിവസവും പല സ്കൂളുകളിലും ഇതുപോലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. വിദ്യാർത്ഥികൾ, അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ മാരകായുധങ്ങളുമായി സ്കൂളിലെത്തുന്നു, സഹപാഠികളെ ആക്രമിക്കുന്നു. അതും നിസ്സാര പ്രശ്നങ്ങളുടെ പേരിലൊക്കെയാണ്. ഈ സംഭവത്തിന് പിന്നിലും സ്കൂൾ വിദ്യാർത്ഥികൾ തന്നെയാണോ? മാത്രമല്ല, ഈ പിതാവിൻ്റെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. ഇത് സംഘം ചേർന്നുള്ള ആക്രമണമായിരുന്നു എന്ന് പറയുന്നു. ഈ വിദ്യാർത്ഥിക്കൊപ്പം മറ്റു കുട്ടികളുണ്ടായിരുന്നു പറയുന്നുണ്ട്. ഈ 17-കാരന്, ഈ +2 വിദ്യാർത്ഥിക്ക് മാത്രമാണോ ആക്രമണത്തിൽ പരിക്കേറ്റത്? നിലവിലെ പരിക്ക് അൻഷിദിന് മാത്രമാണുള്ളത്. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ അൻഷിദിന് പരിചയമുള്ള ആ യുവാവിനൊപ്പം അല്ലെങ്കിൽ അയാൾക്കൊപ്പം മറ്റുള്ളവരും ഉണ്ടായിരുന്നു. അവരൊക്കെ സ്കൂളിൽ പഠിക്കുന്നവരാണോ, മുമ്പ് പഠിച്ചിരുന്നവരാണോ എന്ന് വ്യക്തമായിട്ടില്ല. ഒരാളെ മാത്രമാണ് പരിചയമുള്ളത്. പക്ഷേ അവരൊക്കെ നാട്ടിൽ മറ്റേതെങ്കിലും സംഘക്കാരായിരിക്കാം, അതല്ലെങ്കിൽ അൻഷിദിനെ കണ്ട് ഇയാൾ കൊണ്ടുവന്നതായിരിക്കാം. അതിനെക്കുറിച്ച് എന്താണെങ്കിലും പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ് എന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ച ഒരു വിശദീകരണം. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരം അക്രമത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ്.
സാധാരണഗതിയിൽ സ്കൂളിലെ ഈഗോ ക്ലാഷും അല്ലെങ്കിൽ ചെറിയ വാക്കുതർക്കങ്ങളൊക്കെ വലിയ കയ്യാങ്കളിയിലേക്ക് എത്തുകയും കയ്യാങ്കളി അക്രമത്തിലേക്ക് വഴിമാറുകയും ചെയ്യുന്ന സാഹചര്യം. അതുപോലെ തന്നെ ഈ അക്രമ ദൃശ്യങ്ങളും ആക്രമിക്കുന്നതുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് പരസ്പരം വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള രീതി, അത് എല്ലാം തന്നെ വലിയ തോതിൽ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ ഈ ചെറിയ കുട്ടികളുടെ കയ്യിൽ പോലും വലിയ തോതിൽ തന്നെ ആക്രമണം നടത്താൻ കഴിയുന്ന ആയുധങ്ങളും മാരകായുധങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നു. ലഹരി ശൃംഖലയുടെ ഒരു സ്വാധീനം ഇവരിലേക്ക് എത്തുന്നു. ചുരുക്കം പറഞ്ഞാൽ ലഹരി ശൃംഖലയും അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളോട് ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഈ കുട്ടികളുടെ പെരുമാറ്റത്തെയൊക്കെ വലിയ തോതിൽ തന്നെ ബാധിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ അക്രമങ്ങളും എന്ന് തന്നെ വേണം കരുതാൻ. ഇപ്പോഴുണ്ടായ അക്രമത്തിന് പിന്നിൽ ഒരു ആളെ മാത്രമേ ഈ കുട്ടിക്ക് അറിയുള്ളൂ. മറ്റുള്ളവരെ പോലീസ് അന്വേഷിക്കുകയാണ്. ഒരുപക്ഷെ ഏതെങ്കിലും ലഹരി സംഘത്തിന് ഇതുമായി ബന്ധമുണ്ടോ, അവരുടെ സ്വാധീനമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമാണ് അറിയുക. എന്തു തന്നെയാണെങ്കിലും സ്കൂളിലെ അക്രമങ്ങൾ അത് ഒരു തരത്തിലും അവസാനിക്കുന്നില്ല. സ്കൂൾ വിട്ടിറങ്ങിയാലും പിന്തുടർന്ന് ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് കുട്ടികളുടെ മാനസികാവസ്ഥയൊക്കെ മാറുന്നു എന്നുള്ളത് അത്യധികം ദുഃഖകരമായൊരു വസ്തുതയാണ് കേട്ടോ. വ്യക്തമാണ്. CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇതുപോലെ സ്കൂളുകളിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നത് പതിവാകുന്നു. സ്കൂൾ അധികൃതർ മാത്രമല്ല, നമ്മുടെ പോലീസിൻ്റെയും സമൂഹത്തിൻ്റെയും ഒരു അതീവ ശ്രദ്ധയും കരുതലും ജാഗ്രതയും ഈ വിഷയത്തിൽ അനിവാര്യമാണ്. കൊല്ലം പത്തനാപുരത്ത് ഓൺലൈൻ ഗെയിമിന് അടിമപ്പെട്ട യുവാവ് ജീവനൊടുക്കിയ ഒരു വാർത്ത കൂടി വിശദമായി പരിശോധിക്കണം. അതിലേക്ക് എത്താം. ഇടവേള.